ഇപ്പൊ നെറ്റ് എക്സാമില് പല ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. പ്രത്യേകിച്ച് റിസർച്ചിൽ നിന്നും ടെസ്റ്റിംഗിൽ നിന്നും വരുന്ന പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ പലപ്പോഴും നമ്മൾ ബ്ലൈൻഡ്ലി ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്തിട്ട് ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന രീതിയിൽ എഴുതി തള്ളിയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാന്നുള്ളത്. പക്ഷേ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഒരു 8 അല്ലെങ്കിൽ 10, അതായത് 5 ക്വസ്റ്റ്യനിൽ 5ഉം അല്ലെങ്കിൽ 4 മിനിമം നമുക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് കുറച്ച് പാരഗ്രാഫ്സ് സോൾവ് ചെയ്തിട്ട് തന്നെ അത് എങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫ് ഉണ്ട്. എ സ്റ്റഡി വാസ് കണ്ടക്ടഡ് ടു ഫൈൻഡ് ഔട്ട് വെദർ പാർട്ടിസിപ്പേഷൻ ഇൻ മെഡിറ്റേഷൻ ഇൻഫ്ലുവൻസസ് വെൽബീങ്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഇൻ ചിൽഡ്രൻ, ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞപ്പോഴേക്കും നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ തന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് മെഡിറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കുട്ടികളുടെ വെൽബീങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? മെഡിറ്റേഷൻ എന്നുള്ള ഒരു ഫാക്ടറിനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ മെഡിറ്റേഷൻ ആണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിള്. ആൻഡ് എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? കുട്ടികളുടെ വെൽബീങ്ങിലുള്ള ചേഞ്ച് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ മെഷർ ചെയ്യുന്ന കാര്യം അവിടുത്തെ നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരും. ഇത് ഡിപെൻഡന്റ് വേരിയബിളും. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് മനസ്സിലായി. അടുത്തത്, ഹെൻസ് എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ who have not participated in meditation before but are now planning to begin participating in meditation were given a well-being scale before they began meditation. അപ്പൊ മെഡിറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന കുറച്ച് കുട്ടികളാണ് നമ്മൾ പിക്ക് ചെയ്തത്. എന്നിട്ട് അവര് മെഡിറ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവരുടെ സ്കോർ കളക്ട് ചെയ്തു. ഇങ്ങനെ നമ്മുടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിള് സ്റ്റഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ആ ഡിപെൻഡന്റ് വേരിയബിളിനെ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്രീ ടെസ്റ്റ് എന്ന് വിളിക്കുക. പ്രീ എന്ന് പറഞ്ഞാൽ തന്നെ മുന്നേ എന്നുള്ള അർത്ഥത്തിലാണല്ലോ വരിക. അപ്പൊ പ്രീ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു ഇന്റർവെൻഷൻ ആണെങ്കിൽ ഇന്റർവെൻഷൻ, ഒരു പുതിയ മെഡിസിൻ ആണെങ്കിൽ ആ ഒരു മെഡിസിൻ, അങ്ങനെ നമ്മൾ എന്തിനാണോ ഏത് വേരിയബിളിനെയാണോ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കണ്ടീഷനിൽ എങ്ങനെയായിരുന്നു, ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ അവർ എങ്ങനെയായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രീ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം പ്രീ ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം ദ ചിൽഡ്രൻ വെയർ അഡ്മിനിസ്റ്റേർഡ് ദ സെയിം ടെസ്റ്റ് അഗെയിൻ ആഫ്റ്റർ 2 months ഓഫ് മെഡിറ്റേഷൻ. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ ഇവർ തുടങ്ങിയതിന് ശേഷം 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എത്ര കാലമാണ്? 2 മാസം കൊടുത്തു. അതിനുശേഷം പിന്നെയും നമ്മൾ അവരുടെ സ്കോർ മെഷർ ചെയ്തു, വെൽബീങ് മെഷർ ചെയ്തു. അങ്ങനെ ഇന്റർവെൻഷൻ കൊടുത്തതിന് ശേഷം, അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം എഗെയിൻ നമ്മൾ സ്കോർ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പ്രീ ടെസ്റ്റും ചെയ്തു, പോസ്റ്റ് ടെസ്റ്റും ചെയ്തു. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ദ സ്കോർസ് ഓൺ ദ സ്കെയിൽ വർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇങ്ങനെ ചില കാര്യങ്ങൾ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ആയിട്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇടയിലായിരിക്കും എവിടെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ടെസ്റ്റാണ് അവിടെ ചെയ്തത് അല്ലെങ്കിൽ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്തത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊരു സിഗ്നൽ തരികയാണ് നമുക്ക്. ഇവിടെ കുറച്ച് ക്ലൂ തരുമല്ലോ, അത്തരത്തിലുള്ള ക്ലൂസ് ആണിത്. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുക പാരാമെട്രിക് ആയിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും. ഇനി ഡാറ്റ നോർമലി അല്ല ഡിസ്ട്രിബ്യൂട്ടഡ്, സ്ക്യൂഡ് ആയിട്ടാണ് ഡാറ്റ കിടക്കുന്നതെങ്കിൽ ആ സമയത്ത് നോൺ പാരാമെട്രിക് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കണം ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഏത് ടെസ്റ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഓവറോൾ റിസർച്ച് ഡിസൈൻ നോക്കിയിട്ട് അതിലെ പാരാമെട്രിക് ഓൾട്ടർനേറ്റീവ് ആയിരിക്കണം നമ്മൾ ഓപ്ഷനിൽ പിക്ക് ചെയ്യേണ്ടത്. പിന്നെ ദ സ്കോർസ് ആർ ഗിവൻ ബിലോ. ഇവിടെ നമുക്ക് സ്കോർ തന്നിട്ടുണ്ട്. ബിഫോർ എന്നുള്ള സ്കോർ എന്താണ്? പ്രീ ടെസ്റ്റിന്റെ സ്കോർ ആണ്. ആഫ്റ്റർ എന്നുള്ള സ്കോർ പോസ്റ്റ് ടെസ്റ്റിന്റെ സ്കോറും. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ ആണ് ഈ പാരഗ്രാഫിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട്, ഒരു ഓൾമോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ പോകുമ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടണം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ഇന്റർവെൽ സ്കെയിൽ. ഇന്റർവെൽ സ്കെയിലിനെ പറ്റിയിട്ട് ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ്? നമുക്ക് ഏതൊക്കെയാണ് സ്കെയിലുകൾ ഉള്ളത്? 4 സ്കെയിലുകളാണ് ഉള്ളത്. നോമിനൽ ഉണ്ട്, ഓർഡിനൽ ഉണ്ട്, ഇന്റർവെൽ ഉണ്ട് ആൻഡ് റേഷ്യോ ഉണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇന്റർവെൽ സ്കെയിലിനെ പറ്റിയിട്ടാണ്. ഇന്റർവെൽ സ്കെയിലിൽ ഒന്നാമത്തത് ഐഡന്റിറ്റി, മാഗ്നിറ്റ്യൂഡ്, ഈക്വൽ യൂണിറ്റ് സൈസ്, അതുപോലെ തന്നെ ആബ്സല്യൂട്ട് സീറോ. ഈ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. ഈ
എല്ലാ പ്രോപ്പർട്ടിയും ഐഡന്റിറ്റിയും മാഗ്നിറ്റ്യൂഡും ഈക്വൽ യൂണിറ്റ് സൈസും അബ്സല്യൂട്ട് സീറോയും വരുന്നത് റേഷ്യോ സ്കെയിലിലാണ്. റേഷ്യോ സ്കെയിലിൽ എത്തുന്ന സമയത്താണ് ഇതെല്ലാം വരിക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഐഡന്റിറ്റി ആൻഡ് ഈക്വൽ യൂണിറ്റ് സൈസ് ആർ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അവിടെ എന്തുണ്ട്? ഐഡന്റിറ്റി ഉണ്ട്, ഈക്വൽ യൂണിറ്റ് സൈസും ഉണ്ട്. മൂന്നാമത്തത് ഐഡന്റിറ്റി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഈക്വൽ യൂണിറ്റ് സൈസ് ആർ ഇറ്റ് പ്രോപ്പർട്ടീസ്. ഇവിടെ എന്തൊക്കെ പറഞ്ഞു? ഐഡന്റിറ്റി മാഗ്നിറ്റ്യൂഡും ഈക്വൽ യൂണിറ്റ് സൈസും. ഇതെന്തിന്റെയാണ്? ഇത് ഇന്റർവെൽ സ്കെയിലിന്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങളും. ഇന്റർവെൽ സ്കെയിലിൽ ഐഡന്റിറ്റി ഉണ്ട്, അതിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും, ഈക്വൽ യൂണിറ്റ് സൈസ് ഉണ്ടാകും. പക്ഷെ ഇല്ലാത്ത സാധനം എന്താണ്? ആബ്സല്യൂട്ട് സീറോ ഉണ്ടാവില്ല. അതിന് പകരം ആർബിട്രറി ആയിട്ടുള്ള ഒരു 0 പോയിന്റ് ആയിരിക്കും ഉണ്ടാകുക. നാലാമത്തെ ഓപ്ഷൻ ജസ്റ്റ് പറയാം നമുക്ക്, ഐഡന്റിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി സ്കെയിൽ. ഐഡന്റിറ്റി മാഗ്നിറ്റ്യൂഡും മാത്രം വരുന്നത് ഓർഡിനൽ സ്കെയിലിന്റെയാണ്. ഐഡന്റിറ്റി മാത്രം വരികയാണെങ്കിൽ അത് നോമിനൽ സ്കെയിലിന്റെയാണ്. അപ്പൊ ആൻസർ 3 ആണ് നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത്. നമ്മളിപ്പോ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മുടെ സ്കെയിലുകൾ 4 തരത്തിലാണ്. അതിൽ ഒന്നാമത്തത് നോമിനൽ സ്കെയില്. നോമിനൽ എന്ന പേരിൽ തന്നെ എന്തുണ്ട്? നെയിം ചെയ്യാം. നമ്മളിപ്പോ മെയില് ഫീമെയില് എന്ന് പറയുമ്പോൾ അവിടെ നെയിം ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ നെയിം ചെയ്യുന്ന കാര്യങ്ങളാണ് നോമിനലിൽ വരുന്നത്. ഇപ്പം മാരീഡ്, അൺമാരീഡ്, UG ലെവൽ എഡ്യൂക്കേഷൻ, PG ലെവൽ എഡ്യൂക്കേഷൻ, PhD ലെവൽ എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്താണ്? നെയിം ചെയ്യുകയുള്ളൂ. അവിടെ നമ്മള് മെയില്, ഫീമെയില്, ഇനി അതർ അല്ലെങ്കിൽ നോൺ ബൈനറി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? 3 കാറ്റഗറി കൊടുത്തു. മെയിലിന് ഞാൻ 1 ഫീമെയിലിന് 2 നോൺ ബൈനറിക്ക് 3 കൊടുത്തു. എന്ന് കൊടുത്തത് കൊണ്ട് മാത്രം എന്താവുന്നില്ല? നോൺ ബൈനറി മെയിലിനെക്കാളോ ഫീമെയിലിനെക്കാളോ ബെറ്റർ ആകുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ മെയില് ഫീമെയിലിനെക്കാളും കുറവ് വാല്യൂ ആകുന്നില്ല. കാരണം ഈ നമ്പർ എന്താണ്? ജസ്റ്റ് ഒരു ഐഡന്റിറ്റി പോലെ മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. അല്ലാതെ ആ ഒരു വാല്യൂ വരുന്നില്ല. ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതൊക്കെ എന്താണ്? ലേബൽ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് വേണേ എന്ത് യൂസ് ചെയ്യാം? മെയിലിന് 0 കൊടുക്കാം, ഇനി ഫീമെയിലിന് 1 കൊടുക്കാം, നോൺ ബൈനറിക്ക് 2 കൊടുക്കാം, ഇനി തിരിച്ചു കൊടുക്കാം. എങ്ങനെ കൊടുത്താലും ഒരു കുഴപ്പമില്ല. നമ്മൾ എന്താണ്? ജസ്റ്റ് നെയിം ചെയ്യാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ കാറ്റഗറി തിരിക്കുക മാത്രമാണ് നോമിനലിന്റെ ഉദ്ദേശം. അടുത്തത് ഓർഡിനൽ. ഓർഡിനൽ ലെവൽ എത്തുന്ന സമയത്ത് അവിടെ ഒരു ഓർഡർ ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലുള്ള കുട്ടികളെ അവർക്ക് കിട്ടിയിട്ടുള്ള മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്താല് അവിടെ എന്തുണ്ട്? ഒരു ഓർഡർ ഉണ്ട്. അവിടെ എന്താണ്? ഈ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്കിനെക്കാളും ബെറ്റർ ആണ് എന്ന് നമുക്ക് പറയാം. ഇവിടുത്തെ ഉള്ള ഈ 1ഉം 2ഉം പോലെയല്ല. ഇവിടുത്തെ 1ഉം 2നും എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്. അതുപോലെ നമ്മൾ ലൈക്കേർഡ് സ്കെയിലിൽ എഗ്രി, ഡിസഗ്രി എന്നൊക്കെ പറയുമ്പോൾ അതിന് ഓരോ സ്കോർ കൊടുക്കുമല്ലോ. 1, 2, 3, 4 അങ്ങനെ സ്കോർ കൊടുത്തു പോകുന്ന സമയത്ത് ഇതും എന്താണ്? ഇത് നമ്മൾ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന് അവിടെ ഒരു ഐഡന്റിറ്റി ഉണ്ടാകും, മാഗ്നിറ്റ്യൂഡും ഉണ്ടാകും. അപ്പൊ അങ്ങനത്തെ ഉള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഓർഡിനൽ ലെവലിൽ വരുന്നത്. പക്ഷെ ഓർഡിനൽ ലെവലിൽ എന്തില്ല? ഈക്വൽ ആയിട്ടുള്ള ഒരു ഇന്റർവെൽ ഉണ്ടാകില്ല. ഒരു ഈക്വൽ യൂണിറ്റ് സൈസ് അല്ലെങ്കിൽ ഈക്വൽ ഇന്റർവെൽ ഉണ്ടാകില്ല. ഇവിടെ ഒന്നാമത്തെ കുട്ടിക്ക് ചിലപ്പോൾ ടോട്ടൽ ഒരു 100 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക്. സെക്കൻഡ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് ഒരു 50 മാർക്കേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ആൻഡ് തേർഡ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് 49 ആയിരിക്കും. അപ്പൊ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് 50 വരുന്നുണ്ട്. ഇവര് തമ്മിലുള്ള ഡിഫറൻസ് 1 വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഈക്വൽ ആയിട്ടുള്ള ഡിഫറൻസ് അവിടെ പ്രസന്റ് ആയിരിക്കില്ല. അതാണ് ഓർഡിനൽ ലെവലിന്റെ പ്രത്യേകത. അതിനുശേഷം ഇന്റർവെൽ സ്കെയിലിലോട്ട് പോകുമ്പോൾ ഇന്റർവെല്ലിൽ എന്താണ്? ഇന്റർവെൽസ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇന്റർവെല്ലും കൂടെ പ്രസന്റ് ആയിരിക്കും. നമ്മൾ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചറിൽ ഒരു ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ ഒക്കെ ആണെങ്കിൽ അത് ഇന്റർവെൽ സ്കെയിലാണ്. അവിടെ ഒരു ഈക്വൽ ഇന്റർവെല് പ്രസന്റ് ആയിരിക്കും. ഓരോരോ വാല്യൂസ് തമ്മിലും അതിന്റെ ഗ്യാപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആൻഡ് റേഷ്യോ സ്കെയിലിൽ എത്തുമ്പോൾ ഇതിന്റെ കൂടെ എന്തും കൂടെ വരും? ആബ്സല്യൂട്ട് സീറോയും കൂടെ വരും. ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുമ്പോൾ അവിടെ 0 എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. ജസ്റ്റ് ഐസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളം ഫ്രീസ് ആകുന്ന ഒരു പോയിന്റിന് നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കാണുന്നു എന്ന് മാത്രം. അതേ സ്ഥാനത്ത് 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അവിടെ ടെമ്പറേച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ 0 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇല്ല, 0 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇല്ല. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ലെവലാണ് ഈ ആബ്സല്യൂട്ട് സീറോ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് റേഷ്യോ ലെവൽ. ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് സ്കെയിൽസ്, ഡിഫറെന്റ് ലെവൽസ് ഓഫ് മെഷർമെന്റ് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ദ ടെസ്റ്റ്? ആദ്യം ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പോയിന്റിന് എത്രമാത്രം മൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ
ഇൻഡിപെൻഡന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മീൻ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചത്, നമ്മുടെ കയ്യിൽ ഒരു 5 ചോക്ലേറ്റ് ഉണ്ട് എന്റെ കയ്യിൽ. 5 ഡിഫറെന്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് എന്റെ കയ്യിലുള്ളത്. 1, 2, 3, 4, 5. എന്നിട്ട് എന്ത് ചെയ്യണം? എനിക്ക് 5 ആൾക്കാർക്ക് ഇത് കൊടുക്കണം. അപ്പൊ ഞാൻ ഈ 5 ചോക്ലേറ്റും കൊണ്ട് ഞാൻ ആദ്യത്തെ പേഴ്സന്റെ അടുത്ത് പോയി. അപ്പൊ ആദ്യത്തെ പേഴ്സൺ എന്ത് ചെയ്തു? ഈ ഒരു ചോക്ലേറ്റ് എടുത്തു. ഇനി ഞാൻ രണ്ടാമത്തെ പേഴ്സന്റെ അടുത്ത് പോകുമ്പോൾ അയാൾക്ക് വീണ്ടും 4 ഓപ്ഷൻ ഉണ്ട്. ഈ 4 ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. രണ്ടാമത്തെ പേഴ്സൺ ഈ ഒരു ചോക്ലേറ്റ് എടുത്തു. അപ്പൊ ഞാൻ പിന്നെ മൂന്നാമത്തെ പേഴ്സന്റെ അടുത്ത് പോകുമ്പോൾ അയാൾക്ക് 3 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒന്നാമത്തത്, അല്ലെ മൂന്നാമത്തത്, നാലാമത്തത്. ഇയാൾ എന്ത് ചെയ്തു? ഈ ഒരു ചോക്ലേറ്റ് എടുത്തു. ഇനി ഞാൻ നാലാമത്തെ പേഴ്സന്റെ അടുത്ത് പോകുമ്പോൾ ഇയാൾക്ക് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചോയ്സ് ഉണ്ട്. അപ്പൊ ഇയാൾ നാലാമത്തെ എടുത്തു. ആൻഡ് ലാസ്റ്റ് ഫൈനലി ഞാൻ 5ാമത്തെ ആളുടെ അടുത്ത് പോകുമ്പോൾ അയാൾക്ക് ഒരു ചോയ്സ് ഉണ്ടോ? അയാൾക്കൊരു ചോയ്സ് ഇല്ല. അയാൾക്ക് ബാക്കിയുള്ളത് ഏതാണോ അതേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഒരു ഐഡിയ ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഒരു ജസ്റ്റ് ഒരു മീൻ ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആലോചിക്കുക. മീൻ കാണാൻ വേണ്ടിയിട്ട് സം ചെയ്യുക, അതിനുശേഷം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഈക്വൽ ടു മീൻ. ഇങ്ങനെയാണല്ലോ മീനിന്റെ ഇക്വേഷൻ വരിക. അപ്പൊ നമുക്കിപ്പം ഒരു സ്റ്റഡിയുടെ പാർട്ടായിട്ട് 5 വേരിയബിൾ ഉണ്ട്. ആ ഒരു വേരിയബിൾസ് എല്ലാം കൂടെ ചേരുന്ന സമയത്ത് അതിന്റെ മീൻ വരുന്നത് ഒരു 10 ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ എന്താണ് സമ്മ് വരുന്നത്? ടോട്ടല് സമ്മ് ഡിവൈഡഡ് ബൈ 5 = 10 എന്ന് നമുക്ക് കിട്ടും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ടോട്ടൽ 5 വാല്യൂ ആണ് നമുക്കുള്ളത്. x1, x2, x3, x4 ആൻഡ് x5. ഇതെല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്തു ഈക്വൽ ടു എനിക്ക് 10 കിട്ടി. അപ്പൊ ഞാന് ഇതെന്ത് ചെയ്തു? ഈ 5ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് 50 ആയി. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ 50 കിട്ടണം. അപ്പൊ ഒന്നാമത്തതിന്റെ വാല്യൂ 10 ആണെന്ന് വിചാരിക്കാം. അടുത്തത് 5 ആണ്. പിന്നത്തതിൻ്റെത് 15 ആണ്. അപ്പൊ ടോട്ടൽ ഒരു 20, 30 വന്നിട്ടുണ്ട്. പിന്നത്തത് ഒരു 6 ആണ്. പിന്നത്തത് ഇതൊരു 11 ആന്നിരിക്കട്ടെ. ഇപ്പൊ ടോട്ടൽ എല്ലാം കൂടെ നമുക്ക് 15, 20, 30, 41 വന്നു. അപ്പൊ ഇത്രയും വാല്യൂസിന് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എനിക്ക് എത്ര കിട്ടണം? 50 കിട്ടണം. അപ്പൊ അവസാനം വന്ന ഈ വാല്യൂവിന് എന്തില്ല? ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത്രയും വാല്യൂസ് ഫ്രീ ആയിട്ട് വരികയാണെങ്കിൽ അവസാനത്തെ ആളുടെ വാല്യൂ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ബാക്കി കിട്ടുന്നത് 9 ആണെങ്കിൽ ആ 9 മാത്രമേ ആവാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഐഡിയ ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ടി ടെസ്റ്റിന്റെ കേസിൽ ഇപ്പൊ ടി ടെസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫൈൻഡ് ചെയ്യണേൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കണം. അപ്പം ഈ ഒരു പാരഗ്രാഫിലൂടെ നമ്മൾ തിരിച്ചു വരുമ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? 2 സ്കോറാണ് നമ്മളെ കയ്യിലുള്ളത്, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇങ്ങനെ 2 സ്കോർ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പെയർഡ് ടി ടെസ്റ്റ്. കാരണം പെയർഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇവിടെ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കണ്ടീഷൻസ് വരുമല്ലോ, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് പെയർഡ് ടി ടെസ്റ്റ്. അപ്പൊ ഇവിടെ പെയർഡ് ടി ടെസ്റ്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ ഇക്വേഷൻ വരിക n-1 എന്നുള്ള രീതിയിലായിരിക്കും. n എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ടോട്ടൽ നമ്പർ -1 ഇതിലാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ ഇക്വേഷൻ വരിക. അപ്പൊ ഓർക്കും നമ്മൾ പാരഗ്രാഫിൽ നമ്പർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ, പക്ഷെ നമ്പർ ഇവിടെ ഉണ്ട്. ടോട്ടൽ നമുക്ക് വാല്യൂസ് 1, 2, 3, 4, 5, 6, 7 വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഇവിടെ എത്ര ആൾക്കാരുണ്ടായിരുന്നു? 7 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പാർട്ടിസിപ്പന്റ് ഇപ്പൊ ഗീതു ആണെന്ന് ഓർത്ത് ഒന്നാമത്തെ പാർട്ടിസിപ്പന്റ്. ഗീതു മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള വെൽബീങ് 4 ആയിരുന്നു. മെഡിറ്റേഷൻ ചെയ്ത് 2 മാസത്തിന് ശേഷമുള്ള ആളുടെ വെൽബീങ് 6 ആണ്. ഇനി അതിനുശേഷം രാമു ആണ്. രാമു മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ 8 ആയിരുന്നു. മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം രാമുവിൻ്റെത് 5 ആയി മാറി. അങ്ങനെ 7 ആൾക്കാരുടേതാണ് ഈ ഒരു ടേബിൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ആ ടേബിളിൽ നിന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. എത്രയാണ്? 7. 7 - 1. 7 - 1 6. 6 എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പം ഓരോ ടി ടെസ്റ്റിന്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇത്തരത്തിൽ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോ ആദ്യം നമുക്ക് ഓരോ ടി ടെസ്റ്റും എന്താന്ന് പറയാം. ടി ടെസ്റ്റിൽ ആദ്യം 1 സാമ്പിൾ ടി ടെസ്റ്റ്. 1 സാമ്പിൾ ടി ടെസ്റ്റ് പേരുള്ളത് പോലെ തന്നെ ഒരു സാമ്പിളിന്റെ മീനിനെ നമ്മൾ നോൺ പോപ്പുലേഷന്റെ മീനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നതിനെയാണ് 1 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയാം. ഇപ്പം നമ്മുടെ പോപ്പുലേഷനിലുള്ള ഇന്റലിജൻസിന്റെ ഒരു മീൻ സ്കോർ നമുക്കറിയാം.
അപ്പൊ പോപ്പുലേഷന്റെ ഇന്റലിജൻസിന്റെ മീൻ സ്കോറിനെയും നമ്മൾ ഒരു 10 ആൾക്കാരെ നമ്മുടെ സ്റ്റഡിയിലോട്ട് ആഡ് ചെയ്തു. ഈ 10 ആൾക്കാരുടെ മീന് ഞാൻ മെഷർ ചെയ്തു, ഇന്റലിജൻസിന്റെ മീന് ഞാൻ ഫൈൻഡ് ചെയ്തു. എന്നിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് ഈ വൺ സാമ്പിൾ ടി ടെസ്റ്റ്. അതായത് നമ്മുടെ സാമ്പിളിന്റെ മീനിനെ പോപ്പുലേഷന്റെ നോൺ ആയിട്ടുള്ള പോപ്പുലേഷൻ മീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് വൺ സാമ്പിൾ ടി ടെസ്റ്റ്. ഇവിടെ എന്തോ ഉള്ളൂ, ആകെ ഒരു സാമ്പിള് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, ഒരൊറ്റ സാമ്പിളിന്റെ മീൻ സ്കോർ മാത്രമേ കയ്യിലുള്ളൂ. അപ്പോഴാണ് ഈ വൺ സാമ്പിൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുക. അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് വരുന്നത് N-1 ആണ്. ഇപ്പൊ ഞാനിവിടെ 10 ആൾക്കാരെയല്ലേ യൂസ് ചെയ്തത്, അപ്പൊ എന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 10-1 ഈക്വൽ ടു 9 എന്നുള്ളതായിരിക്കും ഈ ഒരു കേസിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. അടുത്ത ടി ടെസ്റ്റ് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ്. ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സാമ്പിൾ എന്ന് പറയുമ്പോൾ, ഇൻഡിപെൻഡന്റ് സാമ്പിൾ പേരിൽ തന്നെ ഉണ്ട്, ഇവരെന്താണ് ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണെന്ന് ആലോചിക്കുക. അപ്പൊ 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഈ 2 ഗ്രൂപ്പിലുള്ള ആൾക്കാരും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ A-B എന്ന് 2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലുള്ള 2 ആൾക്കാരും ഫുള്ള് ഡിഫറെന്റ് ആണെങ്കിൽ അതിനെയാണ് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയാ. ഇപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ടി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ കമ്പയർ ചെയ്ത് നോക്കണ്ടേ, മെയിലിന്റെയും ഫീമെയിലിന്റെയും ഇന്റലിജൻസ് ആർക്കാണ് കൂടുതൽ, അതോ രണ്ടുപേർക്കും ഈക്വൽ ആണോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആയിരിക്കും. കാരണം ഇതെന്താണ്, ഈ 2 ഗ്രൂപ്പും ഡിഫറെന്റ് ആണ്. ഞാൻ ഒരു 10 മെയിലിനെ പിക്ക് ചെയ്യുന്നു, 10 ഫീമെയിലിനെ പിക്ക് ചെയ്യുന്നു. ഒരിക്കലും എന്താകൂല, ഈ 2 ഗ്രൂപ്പിലും സെയിം ആൾക്കാർ വരത്തില്ല. അപ്പൊ 2 ഗ്രൂപ്പിലും 2 ഡിഫറെന്റ് സെറ്റ് ഓഫ് പീപ്പിൾ ആണെങ്കിൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്. ഇനി ഞാൻ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരെയും അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്, അത് ഡിഫറെന്റ് ആണ്. ഇനി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടികളെയും കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടികളെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ് വരിക. അപ്പൊ 2 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ ആയിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക. അവിടെ ഈ ഒരു ടി ടെസ്റ്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇക്വേഷൻ മാറും. N1 പ്ലസ് N2 -2 എന്ന രീതിയിലോട്ട് വരും. അപ്പൊ ഇവിടെ നമ്മൾ ഈ എന്റെ ഗ്രൂപ്പില് 10 മെയിലും 10 ഫീമെയിലും ആണല്ലോ ഉള്ളത്. അപ്പൊ ടോട്ടൽ എത്ര പേരായി, 10 + 10 ടോട്ടൽ 20 ആയി. ഈ 20യിൽ നിന്ന് ഞാൻ എത്ര കുറയ്ക്കണം, 2 കുറയ്ക്കണം. കാരണം ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇപ്പം N1 -1 പ്ലസ് N2 -1, ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, N1 പ്ലസ് N2 -2 എന്ന് കിട്ടും. അതായത് ഇവിടെ എന്താ നമ്മൾ ചെയ്തത്, ആദ്യത്തെ ഗ്രൂപ്പിലുള്ള 10 ആൾക്കാരിൽ 9 ആൾക്കാർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടാവും വേരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അത് N-1. അടുത്ത ഗ്രൂപ്പിലും അതേപോലെ തന്നെ 10ൽ 9 പേർക്ക് അല്ലെങ്കിൽ N-1 ആൾക്കാർക്കായിരിക്കും അവിടെ പോസിബിൾ ആയിട്ടുണ്ടാവുക. അപ്പൊ ഈ രണ്ടും കൂടെ നമുക്ക് ടോട്ടൽ വരുമല്ലോ. അപ്പൊ ഇതിനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് N1 പ്ലസ് N2 -2 എന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. കാണാതെ പഠിച്ചു വെച്ചാലും മതി, ഇത്രയൊന്നും ആലോചിക്കേണ്ട. വൺ സാമ്പിൾ ടി ടെസ്റ്റ് ആണെങ്കിൽ N-1, ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണെങ്കിൽ N1 പ്ലസ് N2 -2 എന്ന രീതിയിൽ കാണാതെ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഐഡിയ വെച്ചിട്ട് ആലോചിക്കുകയാണെങ്കിൽ കാണാതെ പഠിക്കേണ്ട വരില്ല, അല്ലെങ്കിൽ എക്സാം ഹോളിൽ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. അടുത്തത് പെയർഡ് സാമ്പിൾ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് രണ്ട് സാമ്പിൾ അല്ലെങ്കിൽ 2 മീൻ സ്കോർ കിട്ടുന്നുണ്ടാവും. പക്ഷെ അത് രണ്ടും ആരുടെയാണ്, സെയിം ഗ്രൂപ്പിന്റെയാണ്. ഞാൻ 10 ആൾക്കാരെ പിക്ക് ചെയ്തു, എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രീ ടെസ്റ്റിന്റെ ഞാൻ അവരുടെ സ്കോർ മെഷർ ചെയ്തു. അതിനുശേഷം പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അഗെയിൻ ഞാൻ അവരുടെ സ്കോർ മെഷർ ചെയ്തു. ആൻഡ് ഈ സ്കോറിനെയും ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും എന്താണ്, സെയിം ആൾക്കാരുടെ സ്കോറാണ്. അതിനെയാണ് നമ്മൾ ഈ പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റ് അല്ലെ മാച്ച്ഡ് സാമ്പിൾ എന്ന് പറയും. നമ്മൾ ഈ ഗ്രൂപ്പ് ആക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്, രണ്ടും സെയിം ആയിട്ടുള്ള ആൾക്കാരാണ്. മാച്ച്ഡ് സാമ്പിളിലോട്ട് വരുന്ന സമയത്ത് ഇയാള് ഒന്നാമത്തെ പേഴ്സണുമായിട്ട് മാച്ച് ചെയ്യുന്ന മറ്റൊരാളെ ആയിരിക്കും ഞാൻ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണ് മാച്ച്ഡ് സാമ്പിൾ വരുന്നത്. അപ്പൊ എന്തായാലും പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് 2 റിലേറ്റഡ് ആയിട്ടുള്ള മെഷർ ആയിരിക്കും. ഇത് ഒന്നാമത്തെ പേഴ്സന്റെ സ്കോറും ഒന്നാമത്തെ പേഴ്സന്റെ പ്രീ ടെസ്റ്റിന്റെ സ്കോറും ഒന്നാമത്തെ പേഴ്സന്റെ പോസ്റ്റ് ടെസ്റ്റിന്റെ സ്കോറും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ആ സ്കോർ, സെയിം പാർട്ടിസിപ്പന്റിന്റെ സ്കോർ ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇതാണ് പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ്. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ, N-1 യൂസ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു പാരഗ്രാഫിലെ സമയത്ത് നമ്മൾ പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കേണ്ടത്. പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ അത് പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ N-1, N 7 ആയിരുന്നു, 7 - 1 = 6 എന്ന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടി. അടുത്തത്
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസും ഉണ്ട്, നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസും ഉണ്ട്. ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പറയുന്നുണ്ടാവും, കൂടുവോ കുറയുവോ, അങ്ങനെ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പറയുന്നതാണ് ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ്. ഇതിനെ വൺ ടൈൽഡ് ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കും. നോൺ ഡയറക്ഷണൽ ആകുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടാകും, ചേഞ്ച് ഉണ്ടാകും, റിലേഷൻഷിപ്പ് ഉണ്ടാകും എന്ന് മാത്രമേ പറയുള്ളൂ. എന്താണ് ആ ഡിഫറൻസ് എന്ന് പറയത്തില്ല. അതിനെ നമ്മൾ എന്താണ് ടു ടൈൽഡ് എന്ന് പറയും. അങ്ങോട്ടും ആകാം ഇങ്ങോട്ടും ആകാം എന്ന രീതിയിലാണ് ടു ടൈൽഡ് അല്ലെങ്കിൽ നോൺ ഡയറക്ഷണൽ ഉണ്ടാക്കുക. ഡയറക്ഷണൽ ആണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ പറയും കൂടും അല്ലെങ്കിൽ കുറയും, ആ രീതിയിൽ എക്സാക്റ്റ് ആയിട്ട് എന്ത് ചേഞ്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ഇപ്പം മെഡിറ്റേഷൻ ഹാസ് എഫക്റ്റ് ഓൺ വെൽബീങ് എന്ന് പറയുമ്പോൾ അത് നോൺ ഡയറക്ഷണൽ ആണ്. എന്ത് എഫക്റ്റ് ആണെന്ന് പറയുന്നില്ല, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എടുത്തു പറയുന്നില്ല. അങ്ങനെ എടുത്തു പറഞ്ഞാൽ മാത്രമേ അത് ഡയറക്ഷണൽ ആകുള്ളൂ, അല്ലെങ്കിൽ അത് നോൺ ഡയറക്ഷണൽ ആയിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ മെഡിറ്റേഷൻ ഹാസ് പോസിറ്റീവ് എഫക്റ്റ് ഓൺ വെൽബീങ്. അപ്പൊ അവിടെ നമ്മൾ കറക്റ്റ് പറഞ്ഞു, മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ വെൽബീങ് ഇംപ്രൂവ് ആകും എന്ന് പറയാണ്. ഇതിനെയാണ് ഡയറക്ഷണൽ എന്ന് പറയുന്നത്. അതാണ് ഡയറക്ഷണൽ ആയിട്ടുള്ള, അത് ലെഫ്റ്റ് ടൈൽഡും ആകാം റൈറ്റ് ടൈൽഡും ആകാം. അപ്പം മൂന്നാമത്തത് മെഡിറ്റേഷൻ ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഡയറക്ഷണൽ അല്ല. മെഡിറ്റേഷൻ ഹാസ് മെഡിറ്റേഷൻ ഹാസ് ഡയറക്ഷൻ ഫോർ വെൽബീങ്, അത് ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടിടുന്ന ഒരു ഓപ്ഷൻ ആണ്. ഇവിടെ എന്താണ് വരിക, രണ്ടാണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ ഡയറക്ഷണലും നോൺ ഡയറക്ഷണൽ ആയിട്ടുള്ള ഹൈപ്പോത്തിസിസിൽ ഡയറക്ഷണലിൽ എടുത്തു പറയും കൂടുവാണോ കുറയുവാണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള എടുത്തു പറയും. നോൺ ഡയറക്ഷനിൽ ആ ഒരു ഡയറക്ഷനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവില്ല. ഡയറക്ഷണലിനെ വൺ ടൈൽഡ് ടെസ്റ്റ് എന്ന് വിളിക്കും, നോൺ ഡയറക്ഷണലിനെ ടു ടൈൽഡ് ടെസ്റ്റ് എന്നും വിളിക്കും. ആൻഡ് ഇതിലെന്തായിരിക്കും നമുക്ക് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ഈ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസിൽ പോസിബിൾ ആയിരിക്കും. മറ്റേതിലൊരു ജനറൽ പ്രഡിക്ഷനെ പറ്റുള്ളൂ, വെൽബീങ്ങിൽ ഡിഫറൻസ് ഉണ്ടാകുന്നേ പറയുള്ളൂ. പക്ഷേ ഡയറക്ഷണൽ ആവുന്ന സമയത്ത് അത് കൂടും ഓർ കുറയും എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടുള്ള പ്രഡിക്ഷൻ പോസിബിൾ ആണ്. അടുത്തത് റിജക്ഷൻ ഓഫ് നൾ ഹൈപ്പോത്തിസിസ് ഇൻഡിക്കേറ്റ്. നമ്മളൊരു സ്റ്റഡിയിൽ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റഡിയിലാണെങ്കിലും നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്, പാർട്ടിസിപ്പേഷൻ ഇൻ മെഡിറ്റേഷൻ ലീഡ് ടു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ വെൽബീങ് സ്കോർസ്. അപ്പൊ ആദ്യം നൾ ഹൈപ്പോത്തിസിസ് എന്താണ്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് എപ്പോഴും പറയാ ഒരു ബന്ധം ഉണ്ടാകില്ല, ഡിഫറൻസ് ഉണ്ടാകൂല, റിലേഷൻഷിപ്പ് ഉണ്ടാകൂല, അങ്ങനെ ഒന്നും ഉണ്ടാകില്ല, ഒരു വ്യത്യാസം ഉണ്ടാകില്ല, രണ്ടും വരുന്നത് സെയിം പോപ്പുലേഷനിൽ നിന്നായിരിക്കും, അതായത് മീൻ ഡിഫറൻസ് ഉണ്ടാകില്ല എന്ന രീതിയിലാണ് നൾ ഹൈപ്പോത്തിസിസ് വർക്ക് ചെയ്യുക. അതേ സ്ഥാനത്ത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആകുമ്പോൾ ചേഞ്ച് ഉണ്ടാകും, റിലേഷൻഷിപ്പ് ഉണ്ടാകും, അങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നൾ ഹൈപ്പോത്തിസിനെ റിജക്ട് ചെയ്താൽ അപ്പൊ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യും, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ കേസിൽ പാർട്ടിസിപ്പേഷൻ ഇൻ മെഡിറ്റേഷൻ ലീഡ് ടു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ വെൽബീങ്, പാർട്ടിസിപ്പേഷൻ ഇൻ മെഡിറ്റേഷൻ ലീഡ് ടു just above the well-being score after meditation. Participation in meditation lead to lower well-being score. Participation in meditation has no significant effect. ഇതെന്താണ്, ഇത് നൾ ഹൈപ്പോത്തിസിസ് ആണ്. ഒരു എഫക്റ്റും ഇല്ല എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസ് ആണ്. ആൻഡ് ബാക്കിയുള്ള മൂന്നെണ്ണത്തിൽ ഏതാണ് നമ്മുടെ ആൻസർ എന്നറിയണമെങ്കിൽ നമ്മുടെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞതെന്ന് നോക്കണം. പാരഗ്രാഫിൽ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറഞ്ഞിട്ടില്ല, ഒരു ഡയറക്ഷൻ ഒന്നും നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ല, ഏത് ഡയറക്ഷനിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. സ്റ്റഡി എന്തിനാണ് ഫൈൻഡ് ചെയ്യുന്നത്, വെദർ പാർട്ടിസിപ്പേഷൻ ഇൻ മെഡിറ്റേഷൻ ഇൻഫ്ലുവൻസ് വെൽബീങ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്ത് തരത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൻസർ വരിക 1 ആണ് ആൻസർ വരിക. പാർട്ടിസിപ്പേഷൻ ഇൻ മെഡിറ്റേഷൻ ലീഡ് ടു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ വെൽബീങ് എന്നേ വരുള്ളൂ. അത് കൂടുവോ കുറയോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പാരഗ്രാഫിലെ അത് എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഹൈപ്പോത്തിസിസ് എന്താണെന്ന്. അങ്ങനെ വേണം നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഒരു ഡിഫറൻസും ഇല്ല, ഒരു എഫക്റ്റും ഇല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നൾ ഹൈപ്പോത്തിസിസ് ആയിരിക്കും. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിൽ എന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു നമ്മുടെ ഒരു ഗസ് ആണ്, ഇങ്ങനെ ആയിരിക്കും എന്നുള്ള നമ്മുടെ ഒരു ഗസ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുക. അടുത്തത് വാട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഷുഡ് ബി യൂസ്ഡ് ടു അനലൈസ് ദ ഡാറ്റ. ഇവിടെ നമ്മൾ പറഞ്ഞു പെയർഡ് ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പെയർഡ് ടി ടെസ്റ്റ് തന്നെയാണ് ഈ ഒരു കോറിലേറ്റഡ് ടി ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഒന്നാമത്തത് എന്തുകൊണ്ട് വരില്ല, ബാക്കിയുള്ളതൊന്നും എന്തുകൊണ്ട് വരില്ല എന്ന് പറയാം. അപ്പൊ മാൻ വൈറ്റിനി യു ടെസ്റ്റ് എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിന്റെ
നോൺ പാരാമെട്രിക് വേർഷൻ ആണ് മാൻവൈറ്റിനി യു ടെസ്റ്റ്. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡന്റ് ആരാ എന്ന് ചോദിക്കുമ്പോൾ യു എന്ന് പറയുന്നതായിട്ട് ആലോചിക്കുക. അപ്പൊ ഇൻഡിപെൻഡന്റ് യു. ആൻഡ് രണ്ടാമത്തത് വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റ്. വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റിന്റെ കേസിലോട്ട് വരുമ്പം ഇത് പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ്. പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റിന്റെ നോൺ പാരാമെട്രിക് വേർഷൻ ആണ് വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റ്. അപ്പൊ എന്തുകൊണ്ട് നമ്മളത് ഇവിടെ യൂസ് ചെയ്യില്ല? നമ്മളോട് പാരഗ്രാഫിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആകുമ്പോൾ നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യാം. ആൻഡ് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്. ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് എപ്പോഴും ചെയ്യാം? 2 ഗ്രൂപ്പ് ഉണ്ടാകണം, 2 ഗ്രൂപ്പും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, സെപ്പറേറ്റ് ആയിരിക്കണം. ഇതിലൊരു 10 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള 10 ആൾക്കാരായിരിക്കണം മറ്റേ ഗ്രൂപ്പിൽ ഉണ്ടാവുന്നത്. 10 തന്നെ വേണം നിർബന്ധമില്ല, ഞാൻ പറഞ്ഞുള്ളൂ. ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരാവരുത് ഇവിടെ ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് ഇൻഡിപെൻഡന്റ് സാമ്പിൾ. ഇവിടെ നമ്മൾ എന്താണ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റാ ചെയ്തത്. ആദ്യം ഉണ്ടായിരുന്ന സെയിം 7 ആൾക്കാർ തന്നെയാണ് പോസ്റ്റ് ടെസ്റ്റിന്റെ ഗ്രൂപ്പിലും വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ പെയ്ഡ് ആണ് വരിക. പെയ്ഡിനെ തന്നെയാണ് കോറിലേറ്റഡ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ പാരഗ്രാഫ്.